ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. രണ്ട് നെറ്റ്ഫ്ലിക്സ് മൂവീസിൻ്റെ റിവ്യൂസാണ്. രണ്ടും ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ് റിലീസായിട്ട് തന്നെ വന്നതാണ്. ഫസ്റ്റ് വൺ നൈവ്സ് ഔട്ട്. അതൊരു ഫ്രാഞ്ചൈസായിട്ട് വന്ന് ഓൾറെഡി രണ്ട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ മസ്റ്റ് വാച്ച്. ഫസ്റ്റിനേക്കാൾ അടിപൊളിയാണ് സെക്കൻഡ്. ഗ്ലാസ് ഒണിയൻ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു വന്നതാണ്. രണ്ടും അടിപൊളി. നമ്മുടെ ജെയിംസ് ബോണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ജെയിംസ് ബോണ്ടായിട്ട് വന്ന ഡാനിയൽ ക്രേഗ്, പുള്ളി അവതരിപ്പിച്ച ഏതാണ്ട് അതേ ലുക്കിലൊക്കെ തന്നെയാണ് ഈ രണ്ട് പാർട്ടിലും വന്നിരിക്കുന്നത്. അപ്പം ഈ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ചിത്രത്തിലെത്തുമ്പം പുള്ളി കുറച്ച് സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ ജരാതരകൾ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അടാറ് ലുക്കാണ്. പുള്ളി മുടി കുറച്ച് നീട്ടി വളർത്തിയിട്ടുണ്ട്. ദാറ്റ് ഇൻസ്പയർസ് മീ. ഞാനും ചിലപ്പോൾ ഉടനെ തന്നെ മുടി മാക്സിമം നീട്ടി വളർത്താൻ നോക്കും. പുള്ളിക്ക് നല്ല ചേരുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ അടാറ് ലുക്ക്. പുള്ളിക്ക് ഇനി ബോണ്ട് സീരീസിലോട്ടൊന്നും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. പുള്ളി ഇല്ലെന്ന് തോന്നുന്നു. ബോണ്ട് സീരീസിൽ നിന്ന് പുള്ളി നിന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അറിയില്ല. എനിവേസ് ഇതിനകത്തൊരു ആസ് യൂഷ്വൽ എല്ലാ നൈഫ്സ് ഔട്ട് സീരീസിലും വരുന്ന പോലെ വൻ താരനിരകളുണ്ട്. ഡാനിയൽ ക്രേഗ് ആസ് ഡിറ്റക്റ്റീവ് ബ്ലാങ്ക്, പിന്നെ ജോഷ് ഓ കോണർ പുള്ളിയുടെ ഒരു ഹൈ ടെമ്പർമെൻ്റ് ഉള്ള പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. പുള്ളിയിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ പുള്ളി അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൈ ടെമ്പറിൽ ഒരുത്തിൻ്റെ മൂക്കിടിച്ച് പരത്തും. പക്ഷേ പുള്ളി ഒരു സ്ട്രീറ്റ് ഫൈറ്ററാണ് ഇതിനകത്ത്. അതിൽ നിന്ന് അച്ഛനായിട്ട് മാറിയ ആളാണ്. അപ്പോൾ പുള്ളി ദൈവവിശ്വാസവും അതിൻ്റെ മീഡിയവും കാര്യങ്ങളും എല്ലാം പുള്ളിയുടെ തലയിൽ ഇൻടാക്റ്റാണ്. പക്ഷേ ആങ്കർ മാനേജ്മെൻറ്റ് അങ്ങോട്ട് പറ്റത്തില്ല. അപ്പോൾ പുള്ളിയെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പള്ളിയിലോട്ട് വിടുന്നു. അവിടെ ഇതിനേക്കാൾ കൂടിയൊരു ഐറ്റം ഒരച്ഛനുണ്ട്. ഒരു പള്ളിയിൽ അച്ഛൻ എങ്ങനെയൊക്കെ ആവാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള പുള്ളി. ഈ നൈഫ്സ് ഔട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര വിറ്റിയാണ്, ഡ്രമാറ്റിക്കാണ്. ഓരോ ക്യാരക്ടേഴ്സിനും എല്ലാ ഫ്രാഞ്ചൈസിലും ആ പടങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സ് ഭയങ്കര യുണീക്കായിരിക്കും. അതിൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. എല്ലാം ഒരു വിറ്റി രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ എല്ലാത്തിനും ഒരു മിസ്റ്ററി ഉണ്ടാവും. അതായത് നമ്മുടെ ഡിറ്റക്റ്റീവിനെ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾ ശ്രദ്ധിച്ചാലും അതിനൊരു മിസ്റ്ററി രീതിയിലുണ്ടാവും അത്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴും ഒട്ടും മാറിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഗസ് ചെയ്ത് പോകാനൊക്കെ പറ്റും. നമ്മുടെ മുമ്പിൽ തന്നെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും ഈ ഡോട്ട്സ് എല്ലാം കണക്ട് ചെയ്ത് ഹൂ ഡൺ ഇറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഭയങ്കര രസമാണ്. പിന്നെ എന്താ പറയുക, ഡാനിയൽ ക്രേഗ് അത് കണ്ടെത്തും വരെ നമുക്കൊരു പക്ഷേ അതിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ നമ്മുടെ മുമ്പിലെല്ലാം ഉണ്ട്. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഗ്ലെൻ ക്ലോസ്, എനിക്ക് എല്ലാവരുടെയും പേര് കറക്റ്റ് ഓർമ്മ നിൽക്കില്ല. ഗ്ലെൻ ക്ലോസ് എന്ന് പറയുമ്പോൾ 101 ഡാൽമേഷ്യൻസ് ആ മൂവിയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക. ഫെയ്റ്റൽ അട്രാക്ഷൻ 1986 ഇറങ്ങിയ പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളിക്കാരി സ്റ്റിൽ ഇപ്പോഴും ഇതിനകത്തെ പെർഫോമൻസൊക്കെ ടോപ്പ് നോച്ചാണ്. പിന്നെ ജെർമി റീനർ നമ്മുടെ മിഷൻ ഇമ്പോസിബിളിൽ ടോം ക്രൂയിസിനെ ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാൻ വരത്തില്ലേ, മറ്റേ ബുർജ് ഖലീഫയിൽ നിന്നൊക്കെ താഴോട്ട് വീഴുമ്പം ടോം ക്രൂയിസിൻ്റെ കാലിലൊക്കെ പിടിച്ചു നിർത്തുന്ന ആ ക്യാരക്ടർ, ആ പുള്ളി. പിന്നെ മില കുനിസ്, പുള്ളിക്കാരിയെ കണ്ടപ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കിതിനകത്തൊരു വിഷമം വന്നത്. കാരണം ആസ് യൂഷ്വൽ പുള്ളിക്കാരി ഫേസിൽ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രായം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ്. പക്ഷേ അത് കണ്ടപ്പോൾ പുള്ളിക്കാരി പണ്ട് എന്ത് രസമായിരുന്നല്ലേ, ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റിഫ് ഫേസ് പോലെ, നമ്മൾ ഈ മൈക്കിൾ ജാക്സൻ്റെ ഫേസൊക്കെ എങ്ങനെ ഇരിക്കും അതുപോലൊക്കെ. പക്ഷേ ഇവരുടെ എല്ലാം സോളിഡ് പെർഫോമൻസാണ്. സോ എല്ലാവരും കിടിലമായിട്ട് പെർഫോം ചെയ്ത ഹൂ ഡൺ ഇറ്റ് എന്നുള്ളത് ഏറ്റവും അവസാനം വൺ ബൈ വൺ ആയിട്ട് അഴിച്ച് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നത്. ആദ്യം ടോട്ടൽ കെയോസാണ്. ഇതിൻ്റെ റൺ ടൈം കുറച്ച് പ്രശ്നമാണ്. 2 മണിക്കൂർ 26 മിനിറ്റാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അത് കുറച്ച് കുറയ്ക്കായിരുന്നു. ഒരു 2 മണിക്കൂർ 5 മിനിറ്റ് വേണമെങ്കിലൊക്കെ ആയിരുന്നു കറക്റ്റായിരുന്നു. ബട്ട് സ്റ്റിൽ നോട്ട് എ പ്രോബ്ലം. ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ് ഫോർ പെർഫോമൻസസ്. അതിൻ്റെ പ്ലോട്ട് കാര്യങ്ങൾ, ഒരു പള്ളിയിലച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, ആ പള്ളിയിലച്ഛൻ മരിക്കുന്നതും അത് ആര് ചെയ്തു എന്നുള്ളതും ഈ ഈ ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ജോഷോ കോർണറിൻ്റെ തലയിലാണ് ഇത് കൊണ്ടുവന്ന് ഇടുന്നത്. പക്ഷേ അവിടുന്ന് ഇത് കണ്ടുപിടിച്ച് ഇതിൻ്റെ ഓരോ മിസ്റ്ററി ആയിട്ട് അഴിച്ച് ക്ലിയർ ചെയ്യുന്നു. ഡാനിയൽ ക്രേഗ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പൊളി ലുക്ക്, മുടി നീട്ടി വളർത്തൽ ഇസ് ഇൻ മൈ ബക്കറ്റ് ലിസ്റ്റ്. വരട്ടെ, അതപ്പം നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റീഫൻ. തമിഴ് സിനിമയാണ്. ഇതും തിയേറ്ററിൽ വന്നതല്ല, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ. ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിൽ വന്നിരിക്കുന്നു. ഡയറക്ടർ റൈറ്റർ മിഥുൻ ബാലാജി. പുതിയൊരു ആക്ടറാണ്. ഗോ ഗോമതി ശങ്കർ ആണാണ്. പുള്ളിയാണ് ഇതിലെ മെയിൻ ലീഡ്. പിന്നെ സ്മൃതി വെങ്കട്ട്, പുള്ളിക്കാരി ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസറായിട്ടൊരു കഥാപാത്രം വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കമലഹാസൻ്റെ ഒരു പഴയ പടമുണ്ടല്ലോ 'സികപ്പ് റോജാക്കൾ'. പുള്ളി ആണ് അതിലെ മെയിൻ ക്യാരക്ടർ. പക്ഷേ പുള്ളിയാണ് സൈക്കോ കൊലപാതകങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഗോമതി ശങ്കർ എന്ന് പറയുന്ന മെയിൻ ലീഡായിട്ട് വരുന്ന കഥാപാത്രം, ആൻറ്റി ഹീറോ. പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പെണ്ണുങ്ങളെ പുള്ളി കൊലപാതകം ചെയ്യുന്നു. അത് ആദ്യമേ തന്നെ കാണിക്കുന്നു. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ പുള്ളി പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവുന്നു. അവിടുന്ന് കഥ എന്തുകൊണ്ട് വൈ ഡൺ ഇറ്റ്? ആദ്യത്തെ നൈഫ്സ് ഔട്ട് ഹൂ ഡൺ ഇറ്റ് ആണെങ്കിൽ ഇത് വൈ ഡൺ ഇറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇത് പ്രോഗ്രസ് ആവുന്നു. റൊഷാക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഈ സ്മൃതി വെങ്കട്ടിൻ്റെ ക്യാരക്ടർ സൈക്കോളജിസ്റ്റാണ്. പുള്ളിക്കാരി ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു. ഒരുപാട് പൊരുത്തക്കേടുകൾ കണ്ടുപിടിക്കുന്നു. പുള്ളിയുടെ പാസ്റ്റിലേക്ക് ഡ്വെല്ല് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു പോലീസ് ക്യാരക്ടർ ഇതിനകത്ത് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഗോമതി ശങ്കറിൻ്റെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ പുള്ളിയുടെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും സോളിഡ് പെർഫോമൻസ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഈ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇച്ചിരി കല്ലുകടിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും കിടിലം പെർഫോമൻസ്, കിടിലം സ്ക്രീൻ പ്ലേ. ഈ പറഞ്ഞ സിഗപ്പ് റോജാക്കളുടെയൊക്കെ ഒരു പാറ്റേണിൽ വരുന്നു എന്നേ ഉള്ളൂ. ഇതുവരെ ഇങ്ങനെ വന്നിട്ടുള്ള തമിഴ് സിനിമകളും മലയാളം സിനിമകളും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളും എടുത്ത് നോക്കുമ്പോൾ ഇതിലൊരു വ്യത്യസ്തമായൊരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ടെസ്റ്റുകളെ പറ്റി സംസാരിക്കുന്ന, അതിലോട്ടൊക്കെ പോയിട്ട് അതിൽ നിന്ന് പുതിയ സംഭവങ്ങളൊക്കെ ഉൾത്തിരിഞ്ഞ് വരുന്ന ഈ 9 കൊലപാതകം. ഞാൻ ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങൾ കണ്ടിട്ട് ചിരിക്കുന്നതല്ല. എനിക്ക് ഇതുവരെ അങ്ങനത്തെ സൈക്കിക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനത്തെ ഒരു 20, 25 മിനിറ്റ് ഒരു കത്തിക്കലുണ്ട് ഈ പടത്തിൻ്റെ. നമ്മുടെ കിളി പോവും. അമ്മാതിരി രീതിയിലാണ് ഇത് കൊണ്ടുവന്ന് എൻഡ് ചെയ്തിരിച്ചിരിക്കുന്നത്. അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതിന് മുമ്പുള്ള ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും ലൈഫിലോട്ട് പോകുന്നതും, പവർ റിവേഴ്സിങ്. ഈ പവർ റിവേഴ്സിനെ ഒരു ജൈൻറ്റ് വീലുമായിട്ട്, ഈ കറങ്ങുന്ന സാധനം നമ്മളൊക്കെ ഇരുന്നിട്ട് ജൈൻറ്റ് വീല് തന്നെയല്ലേ? അതെ. അതൊരു മെറ്റഫറായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ആ പവർ ഡൈനാമിക്സിനും അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന ഭയങ്കര രസമാണ്. പിന്നെ ഇച്ചിരി ഡാർക്കാണ്. ഇച്ചിരി സ്ലാഷർ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ പടം കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇത് കളങ്കാവൽ വന്ന് കണ്ടിട്ട് സ്റ്റീഫൻ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ പുതിയ റിലീസ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അങ്ങനെ ഇട്ട് കണ്ടതാണ്. അതിൻ്റെ ഹെവിനെസ് മാറാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സിൽ പടം സെർച്ച് ചെയ്തപ്പോൾ പിന്നെ ഇത് കണ്ട് ഇത് പിന്നെ കുറച്ച് നേരം തലയ്ക്കകത്തിരുന്നു. ബട്ട് സ്റ്റിൽ ഇതിലൊരു ബ്രില്യൻസ് ഉണ്ട്. എന്താ പറയുക, എന്തെങ്കിലും പുതിയത് ഇത്തരം സിനിമകളിൽ എന്തെങ്കിലും പുതിയത് നമുക്ക് കാണണമെന്ന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റീഫൻ ഒരു നല്ല വാച്ചാണ്. സോ ഞാൻ ഈ പറഞ്ഞ 2 സിനിമകളും എനിക്ക് നന്നായിട്ട് വർക്കായി. നന്നായിട്ട് ആസ്വദിച്ച് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റി. ആദ്യത്തേതിന് സമയം ഇച്ചിരി ഒരു ദൈർഘ്യം കുറച്ചിരുന്നെങ്കിൽ നന്നാവും തോന്നി. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അത് എന്താ പറയുക, നൈഫ്സ് ഔട്ട് സ്റ്റേജ് ചെയ്തിരിക്കുന്നതെല്ലാം എക്സലൻ്റ് ആണ്. ഒരു സിനിമാറ്റോഗ്രാഫി ടെക്നിക്കലി അടിപൊളിയായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടിരിക്കുക, അങ്ങനെ നമ്മൾ കണ്ണടിക്കില്ല. പഴയ ചർച്ച്, അതിൻ്റെ ഓരോ ആംഗിൾസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കര രസമാണ്. സെയിം ഇതിലോട്ട് വന്നു കഴിയുമ്പോൾ ടെക്നിക്കലി വെൽ ഷോട്ടാണ്. 2 മണിക്കൂർ 5 മിനിറ്റോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. അതിൽ ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ 25 മിനിറ്റ് കത്തിക്കൽ പരിപാടിയാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇംപ്രസ്ഡ് ആവും. ഗോമതി ശങ്കർ പുള്ളിയുടെ തുടക്കം, പുള്ളി ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും വേറെ സിനിമകളിലൊന്നും പുള്ളി അഭിനയിച്ചതായിട്ട് എനിക്ക് അറിവില്ല. ഫസ്റ്റ് പടം ചെക്കൻ പൊളിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നല്ല ലുക്ക് തോന്നുന്നുണ്ട് പുള്ളിക്ക്. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ചിലപ്പം ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. അവൻ മിക്കവാറും എന്നെ പണി. എനിവേയ്സ്, കണ്ടവരാണെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.